VS അച്യുതാനന്ദന്റെ മുൻ PA ആയിരുന്ന A സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ നാളെ സുരേഷ് പങ്കെടുക്കും. KPCC നേതാക്കൾ A സുരേഷുമായി ചർച്ച നടത്തി. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, സുരേഷിന്റെ പ്രതികരണം കാണാം ആദ്യം. വരുന്ന UDF ജാഥയിൽ താങ്കൾ പങ്കെടുക്കുമെന്നുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, എന്നെ ക്ഷണിച്ചിരുന്നു. ഒരു UDFന്റെ ഉന്നത ലീഡേഴ്സ് തന്നെയാണ് ക്ഷണിച്ചത്. പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ജാഥയുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഒരുപക്ഷെ പങ്കെടുത്തേക്കും? പറയാൻ പറ്റില്ല, പറയാനായിട്ടില്ല. ഇപ്പോൾ എന്താണ് UDF സ്ഥാനാർത്ഥി ആകുമെന്നുള്ള കാര്യങ്ങൾ കൂടി? സ്ഥാനാർത്ഥി ആവണമെന്ന് അവർ എന്നോട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് ചിന്തിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്ഥാനാർത്ഥി കാര്യം പറയേണ്ടത് UDFന്റെ ലീഡേഴ്സാണ്, ഞാനല്ല. എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ എന്ത് മറുപടിയാണ് കൊടുത്തത്? താല്പര്യമുണ്ടെന്നാണ്? അല്ല, ഞാനത് പ്രത്യേകിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല. ആലോചനയിൽ വെച്ചിട്ടുണ്ട്, ബാക്കി പിന്നെ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഇനി നിലവിലിപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഏതെങ്കിലും പാർട്ടിക്കാർ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അനുനയ ശ്രമങ്ങളൊക്കെ നടക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല, അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഈ നേതാക്കൾ വിളിക്കത്തക്ക ആളൊന്നുമല്ല ഞാൻ. എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു. 13 വർഷമായി എന്നെ പുറത്താക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ ക്രോണോളജി ഓർഡറിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ FB പേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷിന് വളരെ അടുപ്പമുള്ള പലരും മലമ്പുഴയിലുണ്ട്, നെന്മാറയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. പലപ്പോഴും VSുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? അവരെന്താണ് പറയുന്നത്? അല്ല, എന്നെ പലരും വിളിക്കാറുണ്ട്. എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ വിളിച്ചിരുന്നു. അതിൽ ഭൂരിപക്ഷം ആളുകൾ സഖാവ് ഇങ്ങനെ ഇതിൽ തുടരേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഇത്രയും അപമാനം സഹിച്ചുകൊണ്ട് തുടരേണ്ട എന്ന അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, അപ്പോൾ നാളെയും മറ്റന്നാളും VD സതീശന്റെ പുതുയുഗയാത്ര പാലക്കാട്ടാണ്. അതിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ആലോചിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണമായ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഒരു പോസിറ്റീവ് സമീപനമാണോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്? അങ്ങനെയെങ്കിൽ പുതുയുഗയാത്രയിൽ സുരേഷ് പങ്കെടുക്കുമോ? സൈഫുദ്ദീൻ, പുതുയുഗ യാത്രയിൽ സുരേഷ് പങ്കെടുക്കും എന്നതിൽ സംശയമില്ല. നാളെ കോട്ടമൈതാനത്ത് നടക്കുന്ന യാത്രയിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. എന്തായാലും മലമ്പുഴയിലെ സ്ഥാനാർത്ഥിയായി സുരേഷ് വരും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മലമ്പുഴ MLA പ്രഭാകരൻ എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ സുരേഷ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ VSന്റെ സ്റ്റാഫിലുള്ള ആളുകളായിരുന്നല്ലോ. ഞാൻ സ്റ്റാഫായിരുന്നില്ല, അവൻ സ്റ്റാഫായിരുന്നു. അവൻ സ്റ്റാഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനും ആ കൃഷ്ണദാസൊക്കെ വല്ലാണ്ട് ഇടപെട്ടിട്ടാണ് ആക്കിയത്. പിന്നെ അവൻ എന്താണേലും നമുക്കെന്ത് പ്രശ്നം? മലമ്പുഴയിൽ പിന്നെ ഈ VSന്റെ കൂടെ താങ്കളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതെ. അപ്പൊ ഈ പഴയൊരു സഹപ്രവർത്തകർ തമ്മിലുള്ള ഒരു മത്സരം എങ്ങനെയാ സഹപ്രവർത്തകനാകുക? അവൻ സ്റ്റാഫിലായിരുന്നു, ഞാനതല്ലല്ലോ. പാർട്ടി നിയോഗിച്ച പറഞ്ഞ സ്റ്റാഫിൽ എത്ര ആളുടെ വെക്കണത്? അവരെന്തെങ്കിലും ചെയ്യണതിനൊക്കെ നമുക്ക് മറുപടി പറയാം. വെല്ലുവിളിയാകുമോ? എന്താന്ന് നിങ്ങൾ പറയണത്? ഇതൊക്കെ ഒരു വിഷയമാണ്. ഇത്തിരി കോൺഗ്രസിന് ഇപ്പോൾ സ്ഥാനാർത്ഥിന് കിട്ടണ്ടായ എനിക്കതാ തോന്നുന്നത്. അവർക്ക് കാര്യമായിട്ടുള്ള ഒരാളുടെ മലമ്പുഴയിൽ നിർത്താൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് പറയണത്. എന്നെ സംബന്ധിച്ചിടത്തോളം കരുത്തരായ സ്ഥാനാർത്ഥികൾ ഞാനാണ് നിൽക്കണതെങ്കിൽ കേട്ടോ, അത് പാർട്ടി തീരുമാനിച്ച കരുത്തരായ സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടുന്നതല്ല ഒരു ത്രില്ല്. അത്രേ ഞാൻ പറയുള്ളൂ. ഇത് പിന്നെ ഞാനൊന്നും പറയില്ല അതിന്. യെസ്. എന്തായാലും പ്രഭാകരനാണ് അദ്ദേഹം, നിലവിലെ മലമ്പുഴ MLA ആണ്. അദ്ദേഹമാണ് സംസാരിച്ചത്. ആരായിരിക്കും ഈ LDF സ്ഥാനാർത്ഥി എന്നത് ഏറെ തീരുമാനമായിട്ടില്ല. പ്രഭാകരനാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രഭാകരന്റെ മലമ്പുഴയിലെ മുഴുവൻ VSന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയത് പ്രഭാകരനാണ്. അതോടൊപ്പം തന്നെ VSന്റെ കൂടെ സന്തത സഹചാരി ആയിരുന്ന വ്യക്തിയാണ് ഈ സുരേഷ്. ഇവർ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും എന്നതിൽ സംശയമില്ല. നാളെ കോട്ടമൈതാനത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ ഈ സുരേഷ് പങ്കെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്.